നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ പണി കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ഒരു പ്രവാസി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള മറ്റു 2 കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, അതായത് പ്രവാസി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് മാസം തോറും കിട്ടുന്ന ശമ്പളം അത് ഒരിക്കലും മുഴുവനായിട്ടും നിങ്ങൾ നാട്ടിലേക്ക് അയച്ചു കൊടുക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പല രീതിയിൽ ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ ഒന്ന് ഓർക്കുക, ഒരു പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ സെറ്റിലാവുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ സമ്പാദ്യമായിട്ട് ഒന്നും തന്നെ നീക്കിയിരിപ്പുണ്ടാവാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശമ്പളം എത്രയെന്ന് കൃത്യമായിട്ട് മറ്റുള്ളവരോട് വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും വളരെ ചെറിയൊരു തുകയെങ്കിലും നിങ്ങൾ സ്വർണം അല്ലെങ്കിൽ ഓഹരി പോലെയുള്ള നിയമപരമായിട്ടുള്ള മാർഗങ്ങളിൽ സ്വന്തം പേരിൽ തന്നെ നിക്ഷേപിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, പല പ്രവാസികളും നാട്ടിലുള്ള അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് പല ട്രാൻസാക്ഷൻസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും ഒരു പ്രവാസി അവരുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ NRI അക്കൗണ്ട് അല്ലെങ്കിൽ NRO അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുക. ഒരു പ്രവാസി ട്രാൻസാക്ഷനായിട്ട് അവൻ്റെ നാട്ടിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫെമ റെഗുലേഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം വൈകിയാൽ 5000 രൂപ എന്ന തോതിൽ ഒരു വൻ തുക തന്നെ ഫൈനായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ SB അക്കൗണ്ട് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇനി മൂന്നാമത്തെ കാര്യം, അത് നിങ്ങളുടെ സുരക്ഷയുടേതാണ്. നിങ്ങളിങ്ങനെ നിങ്ങളുടെ കുടുംബത്തിനായിട്ട് പ്രവാസ നാട്ടിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളായിട്ടുള്ള ആ സ്വപ്നങ്ങളെല്ലാം തന്നെ തകരില്ലേ. അതായത് കുട്ടികളുടെ വിവാഹം, അവരുടെ പഠിത്തം, അല്ലെങ്കിൽ ഒരു വീട് വെപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അസുഖം, അതിപ്പോൾ ക്യാൻസറൊക്കെ വന്നു പോയാൽ പോലും നിങ്ങൾ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലാവും. എന്നാൽ മാസം തോറും ഒരു ദിവസത്തെ ഒരു ഡിന്നറിൻ്റെ തുക മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കാനാവും. ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ അതിനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും അതിലേക്ക് എത്താം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, വെറും 820 രൂപയൊക്കെ മാസം കൊടുത്താൽ 2 കോടിയുടെ വരെയും കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് ലഭ്യമാണെന്ന്. നിങ്ങൾക്ക് മരണം പോലെ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് നോമിനി കിട്ടുന്ന ആ വളരെ വലിയൊരു തുകയിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ അവർക്ക് സഫലമാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ക്യാൻസർ പോലെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നിങ്ങൾക്ക് പിടിപെട്ടാലും ആ ഒരു സമയത്ത് സാമ്പത്തികമായിട്ട് ഒരു കൈത്താങ്ങാവാൻ ഈ ഒരു ടേം ഇൻഷുറൻസിന് സാധിക്കും. ആ ഒരു ലിങ്കിൽ പോയാൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് നിങ്ങൾ പ്രവാസ നാട്ടിലൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വരെ ചീപ്പർ പ്രീമിയമാണ് ആ ഒരു ലിങ്കിൽ. അതാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത. ഇത് കൂടാതെ നിങ്ങൾ പേയ്മെൻറ്റ് നൽകുന്നത് ആനുവൽ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 5% വരെ ഡിസ്കൗണ്ട് വേറെ ലഭിക്കുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ NRI അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് 18% GST വേവർ ലഭിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് 23% വരെ ഡിസ്കൗണ്ടാണ് ഇന്ത്യയിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ ഇൻഷുറൻസും ആ ഒരു ലിങ്കിലൂടെ പോയാലും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഒരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ആഡ്-ഓൺസ്. ഈ ആഡ്-ഓൺസ് എന്താണെന്ന് മനസ്സിലാക്കിയോ അത് അവരുടെ ടേം ഇൻഷുറൻസിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ മിക്കവരും ചെയ്യാറില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നിരവധി ആഡ്-ഓണുകളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ആഡ്-ഓൺ ആണ് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്നത്. ഈ ആഡ്-ഓണിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പോളിസി ഹോൾഡർ 1 കോടിയുടെ ടേം ഇൻഷുറൻസ് ആണ് എടുത്തുള്ളതെന്ന് കരുതുക. അയാൾ മരണപ്പെടുകയാണെങ്കിൽ നോമിനി കിട്ടുക 1 കോടി ആയിരിക്കുമല്ലോ. എന്നാൽ അയാളുടെ ആ ഒരു ടേം ഇൻഷുറൻസിനോടൊപ്പം 50 ലക്ഷത്തിൻ്റെ ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ഈ ഒരു ആഡ്-ഓൺ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കരുതുക. അയാൾ ഒരു ആക്സിഡൻറ്റിലാണ് മരിക്കുന്നതെങ്കിൽ നോമിനിക്ക് കിട്ടുന്നത് 1,50,00,000 ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ അത് ട്രാഫിക് ആക്സിഡൻ്റ് ആവാം, എയർപ്ലെയിൻ ക്രാഷ് ആവാം, അതുപോലെ തീപിടുത്തമാവാം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് പിന്നീട് ആ ഒരു പരിക്ക് മൂലം ആ ഒരു വ്യക്തി മരണപ്പെടുന്നതാവും. ഇതെല്ലാം തന്നെ ആക്സിഡൻ്റൽ ഡെത്ത് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നിരിക്കുന്ന ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ടേം ഇൻഷുറൻസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പരസ്പരം ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾ എടുക്കുന്ന ടേം ഇൻഷുറൻസിന് അവർ ക്ലെയിം അസിസ്റ്റൻസ് നൽകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രവാസികൾ ഈ 3 കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നിയമപരമായിട്ടുള്ള അക്കൗണ്ടുകൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. അതായത് NRI NRO അക്കൗണ്ടുകൾ മാത്രം നിങ്ങൾ ട്രാൻസാക്ഷന് ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം അത് പൂർണ്ണമായിട്ട് നിങ്ങൾ കുടുംബത്തിനായിട്ട് മാറ്റി വയ്ക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും വളരെ ചെറിയൊരു തുകയെങ്കിലും നിങ്ങൾക്ക് ഭാവിയിൽ, അതായത് പ്രായമായാൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾ എപ്പോഴും മാറ്റിവെക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് നാട്ടിൽ ഒരു ടേം ഇൻഷുറൻസ് എന്തായാലും എടുത്തു വെക്കുക. അപ്പോൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും കൂടി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെ.